അമേരിക്ക ഏത് നിമിഷവും ഇറാനിൽ ആക്രമണം നടത്തുമെന്ന ഭീതിയിലാണ് ലോകം. എന്നാൽ കപ്പൽപ്പട എത്തിയിട്ടും കാര്യമായ നീക്കങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങളും ഒട്ടും കുറവല്ല എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇറാൻ്റെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് പെൻറ്റഗൺ വക്താവ് ഷോൺ പാർണൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ നടന്ന ചോദ്യോത്തര വേളയിൽ ഇറാൻ പ്ലാസ്മ ആയുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താവ് വെളിപ്പെടുത്തിയത്. അത്തരം സാങ്കേതികവിദ്യയുടെ നിലനിൽപ്പിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. 2022 നാസ ഉപഗ്രഹങ്ങൾ ഇറാനിലെ ഈ നിഗൂഢ ആയുധങ്ങളുടെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയിരുന്നതെന്നും ഷോൺ പാർണൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഈ അവകാശവാദങ്ങളെ ശരിവെക്കുന്ന വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ പെൻറ്റഗണോ അല്ലെങ്കിൽ നാസയോ ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല. ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ വൻതോതിൽ വിന്യസിച്ച് അമേരിക്കയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാൻ്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവർ ഇതിനകം തന്നെ കൈവരിച്ച പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യയാണെന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട്. ഇറാൻ്റെ രഹസ്യ സൈനിക പദ്ധതികളുടെ ചരിത്രം വെച്ച് നോക്കിയാൽ ഇത് നിസ്സാരമായി കാണാൻ മറ്റ് ലോകരാജ്യങ്ങൾക്കും കഴിയുകയില്ല. പ്ലാസ്മ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട് ഇറാൻ പാലിക്കുന്ന മൗനവും ആശങ്കകൾ ഉയർത്തുകയാണ്. ഹൈടെക് സൈനിക വികസനത്തിൽ ഇറാൻ വളരെ പിന്നിലാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത്. എന്നാൽ അവർ ഇപ്പോൾ നൂതന പ്ലാസ്മ ആയുധങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അമേരിക്കയുടെ ഡിഫൻസ് ഏജൻസി സ്വന്തം പ്ലാസ്മ ആയുധ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഇതുവരെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇറാൻ അവരുടെ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിച്ചിട്ടുള്ളത്. റഷ്യയുടെ സഹായത്തോടെ ആണവായുധം സ്വന്തമാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഇറാനെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആക്രമിക്കുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം തങ്ങളുടെ ഏറ്റവും പുതിയ ഒറഷ്നിക്കോവ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണത്തിനായി റഷ്യ ഉപയോഗിച്ചതുപോലെ അമേരിക്കയുമായി ഒരു യുദ്ധം ഉണ്ടായാൽ ഈ പ്ലാസ്മ ആയുധങ്ങളുടെ പരീക്ഷണത്തിനായി ഇറാനും ആ അവസരം ഉപയോഗിച്ചേക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികളായ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അത്യന്തം വിനാശകരമായി മാറുകയും ചെയ്യും. അമേരിക്കൻ ചേരിക്കെതിരെ റഷ്യയും ഉത്തര കൊറിയയും സംയുക്തമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെ റഷ്യയുമായി ഇറാനും ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഇറാനിൽ ബോംബിടാൻ അമേരിക്ക ശ്രമിച്ചാൽ റഷ്യയ്ക്കും നേരിട്ട് ആ കളത്തിൽ ഇറങ്ങേണ്ടതായി വരും. ഇറാൻ്റെ പ്ലാസ്മ ആയുധ ശേഖരത്തിന് പിന്നിലും റഷ്യൻ കൈകൾ ഉണ്ടെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. റഷ്യയുടെ കയ്യിലുള്ള രഹസ്യ ആയുധ ശേഖരത്തിൽ ഒറഷ്നിക്കോ മിസൈലുകൾ ഉണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞത് റഷ്യ അതിൻ്റെ പരീക്ഷണം ഉക്രൈനിലേക്ക് നടത്തിയപ്പോൾ മാത്രമാണ്. അന്ന് ആ മിസൈലിൽ ഒരു ആണവ പോർമുന ഘടിപ്പിച്ചാൽ ഉക്രൈൻ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എന്നാൽ റഷ്യ കാണിച്ച അത്തരം മര്യാദകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അവർ സർവ്വ ആയുധങ്ങളും പുറത്തെടുത്ത് അമേരിക്കയെയും ഇസ്രയേലിനെയും ആക്രമിക്കുക തന്നെ ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ ഇറാൻ്റെ പ്രഹരം ഏറ്റുവാങ്ങാൻ പോകുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളായിരിക്കും. ഇറാൻ്റെ മിസൈലുകൾ കുതിച്ചെത്തുന്നത് അവിടേക്ക് തന്നെ ആയിരിക്കും. ദുർബലരായ രാജ്യമെന്ന് കരുതി ആക്രമണത്തിനെത്തിയാൽ വലിയ തിരിച്ചടിയാകും ഇറാൻ ശത്രുക്കൾക്ക് നൽകുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ, ആഭ്യന്തര അസ്വസ്ഥതകൾ, സാങ്കേതിക പരിമിതികൾ എന്നിവയാൽ ഇറാൻ്റെ സൈനിക മുന്നേറ്റങ്ങൾ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ അതെല്ലാം മറികടക്കാൻ അവർക്ക് ശക്തി പകരുന്നു എന്നാണ് വിലയിരുത്തൽ. സൈനികരുടെ ആത്മവീര്യം കൂടി ചേരുമ്പോൾ ഇറാൻ തീർക്കുന്ന പ്രതിരോധം അമേരിക്കയ്ക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വളരെ വലുതായിരിക്കും.